നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. രണ്ട് കൂട്ടബലാത്സംഗങ്ങൾ. ഒന്ന് അത് ഫരീദാബാദിലാണ്, ഹരിയാനയിൽ. മറ്റൊന്ന് കൂട്ടബലാത്സംഗമല്ല, പക്ഷേ ഒരു 16-കാരെ പീഡിപ്പിച്ച ശേഷം മുങ്ങി നടന്ന ഒരു വിരുദ്ധനുണ്ട്. അയാൾ പഴയ കോൺസ്റ്റബിളാണ്. ഇയാളെ പിടികൂടുമ്പോൾ പർദ്ദയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് അണിഞ്ഞ സ്ത്രീവേഷത്തിൽ ജീവിക്കുകയായിരുന്നു അയാൾ. എത്രയെത്ര ബിരുദന്മാരാണല്ലേ. ഇത്തരം നിഗൂഢതകളുടെ ലോകത്തേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. രാജസ്ഥാനിലെ ധോൽപൂരിൽ വെച്ചാണ് ആ പാവം പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നത്. ഡിസംബർ 15-ാം തീയതി. രാജസ്ഥാൻ ആംഡ് കോൺസ്റ്റബിളറിയിലെ കോൺസ്റ്റബിളാണ് ഇയാൾ. പേര് രാജേന്ദ്ര സിസോദിയ. ആ നാട്ടിൽ റാം ഭറോസ് എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇയാളെ. കോൺസ്റ്റബിൾ ആണല്ലോ ഇയാൾ. രാജേന്ദ്ര സിസോദിയ പോലീസിനേക്കാൾ മുന്നേ നടന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ പോലീസ് ബുദ്ധി ഉപയോഗിച്ചു. സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു ഇക്കാലം അത്രയും. ഒപ്പം വേഷവും. പിടിയിലാകുമ്പോൾ പർദ്ദയൊക്കെ അണിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു സ്ത്രീയായി നടക്കുകയായിരുന്നു ഇയാൾ. സ്ഥലം മാറി നടന്ന ഇയാളെ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് പിടികൂടുന്നത്, വൃന്ദാവനിൽ നിന്ന്. ജോലി നൽകാം എന്ന് പറഞ്ഞായിരുന്നു ആ 16-കാരിയെ ഇയാൾ പീഡിപ്പിക്കുന്നത്. ഒരു ദിവസം പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ സഹോദരനെയും ഇയാൾ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്, ജോലി നൽകാം എന്നുള്ള വാഗ്ദാനത്തിൽ. ആ സമയം വളരെ തന്ത്രപരമായി സഹോദരനെ ഇയാൾ കടയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഉച്ചത്തിൽ നിലവിളിച്ചു ആ പെൺകുട്ടി. പെൺകുട്ടിയുടെ ആ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ജനങ്ങൾ തടിച്ചുകൂടിയിട്ടും രാജേന്ദ്ര സിസോദിയ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആഗ്ര, ലക്നൗ, ഗ്വാളിയോർ ഇങ്ങനെ പോലീസിനെ വട്ടം കറക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അയാളുടെ ഒളിവ് ജീവിതം. വേഷവും സ്ഥിരം മാറും. ചിലപ്പോൾ അയാൾ ട്രാക്ക് സ്യൂട്ടിലായിരിക്കും, ചിലപ്പോൾ ജാക്കറ്റ് ഇടും, ചിലപ്പോൾ സ്യൂട്ട് അണിയും. ഒരു VIP ആണെന്നോ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെയോ കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. देखिए, बसेड़ी थाना क्षेत्र की एक नाबालिग बच्ची के साथ दुष्कर्म की घटना सामने आई थी 15 तारीख को. उसी के क्रम में उसने जब उसे बच्ची से के बयान हुए और बाकी जब तथ्य सामने आए तो पता लगा कि एक RAC का बर्खास्त हेड कांस्टेबल है राम भरोसी उर्फ राजेंद्र सिंह सिसोदिया, जिसके द्वारा जो पीड़िता है उसके पिता को वो हॉस्पिटल में उनकी पहली बार मुलाकात हुई. उस दौरान नौकरी का रेलवे पुलिस में नौकरी का झांसा देकर उसको फॉर्म भरने के लिए और उसका एडमिट कार्ड देने के बहाने बच्ची को उसके भाई के साथ अपने घर बुलाया और उसके साथ जो ये घटना है वो कारित उसने की. इसी के संदर्भ में जिस दिन घटना कारित हुई, चूँकि आरोपी के विरुद्ध पूर्व में भी ऐसे कई सारे प्रकरण दर्ज हैं. ജോലിയിൽ നിന്ന് കുറച്ചു നാളായി ഇയാൾ പുറത്തായിരുന്നു. അതായത് ജോലിയിൽ നിന്നും ഇയാളെ പിരിച്ചു വിട്ടിരുന്നു. നേരത്തെ ഉണ്ടായ ഒരു പോക്സോ കേസ്, അതാണ് അതിന്റെ പ്രധാന കാരണം. മനസ്സിലായി കാണുമല്ലോ, ഇയാൾ പതിവായി ഇത്തരം കേസുകളിൽ വിരുദ്ധനാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ പരാതിയും ഒരുപാടുണ്ട് ഇയാൾക്കെതിരെ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്തു. കോൺസ്റ്റബിൾ ആയിരുന്ന ഇയാൾ പുറത്തായി. ആകെ 5 കേസുകളുണ്ട് ഇയാളുടെ പേരിൽ. ഇതാണെങ്കിലും ഒരു പോലീസുകാരന്റെ ബുദ്ധി അത് ക്രിമിനൽ സ്വഭാവത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. പോലീസിനെ വല്ലാത്ത രീതിയിൽ വട്ടം കറക്കിയാണ് ഇയാൾ ജീവിച്ചത്. ഒരുപാട് കേസുകളിൽ പ്രതിയായിരുന്നിട്ടും പോലീസ് ഇനാം വരെ പ്രഖ്യാപിച്ചതാണ് ഇയാളെ കണ്ടെത്തുന്നവർക്കായി. അങ്ങനെ ഏറ്റവും ഒടുവിൽ പോലീസിന് തന്നെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞു. രാജസ്ഥാൻ പോലീസ് പിടികൂടുന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ നിന്ന്. തിരുവനന്തപുരത്ത് പുതുവത്സര രാവിലെ വൻ ലഹരി വേട്ട.
വീട് വളഞ്ഞ പോലീസ്. ഡോക്ടറും BDS വിദ്യാർത്ഥിനിയും ഉൾപ്പെടെ 7 അംഗ സംഘം പിടിയിൽ. തിരുവനന്തപുരം കണിയാപുരത്ത് നിന്ന് കണ്ട ദൃശ്യങ്ങളാണ് അത്. MDMAയും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ഉൾപ്പെടെ വലിയ ന്യൂ ഇയർ പാർട്ടിയായിരുന്നു. ന്യൂ ഇയർ ആഘോഷിക്കാൻ ചേർന്നതാണ് അവർ 7 പേർ. ആരും നിസാരക്കാരല്ല. കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശിയായിട്ടുള്ള ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, BDS വിദ്യാർത്ഥിനിയായിട്ടുള്ള കൊട്ടാരക്കര സ്വദേശിനി ഹലീന, നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി അസീം, കൊല്ലം ആയൂർ സ്വദേശി അവിനാഷ്, തൊളിക്കോട് സ്വദേശി അജിത്ത്, പാലോട് സ്വദേശിനി അൻസിയ, കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ്. ഇവരെ പിടികൂടുന്നത് നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ്. കണിയാപുരത്തെ തോപ്പിൽ ഭാഗത്തെ വാടക വീട്ടിലാണ് ഇവർ ഈ ലഹരി മരുന്നുമായി ഒത്തുകൂടിയത്. പ്രതികളിൽ വിഘ്നേഷ് ദത്തൻ, അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലെ MBBS ഡോക്ടറാണ്. ഹലീന BDS വിദ്യാർത്ഥിനിയും. അവിനാഷ് എന്ന യുവാവ് IT ജീവനക്കാരനാണ്. അസിം, അജിത്, അൻസിയ, ഈ 3 പേരാണ് ലഹരി ബന്ധമുള്ള മറ്റുള്ള ആളുകൾ. അവർ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതികളായിരുന്നുവെന്നാണ് ഡാൻസ് ഓഫ് സംഘം പറയുന്നത്. ഇവർ 3 പേരും ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാറുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. കഴിഞ്ഞ ദിവസം രാത്രി അസീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കാറിൽ പോകുകയായിരുന്നു. ഇതിനിടെ പോലീസ് പിടികൂടാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അവർ ചെയ്തതെന്നോ, ഇവർ പോലീസ് ജീപ്പിൽ കാർ ഇടിപ്പിച്ച ശേഷം രക്ഷപ്പെട്ടു കളഞ്ഞു. അങ്ങനെയാണ് പോലീസ് ഇവർക്ക് പിന്നാലെ കൂടിയത്. തുടർന്ന് പോലീസിന് ഒരു കാര്യം വ്യക്തമായി, ഇവർ കണിയാപുരം ഭാഗത്തെ ഒരു വീട്ടിൽ ഉണ്ട് എന്ന്. അങ്ങനെ ഒരു വിവരം ലഭിക്കുകയാണ്. ഇതേ തുടർന്ന് ആ വീട് വളഞ്ഞു പോലീസ്. പ്രതികളിൽ നിന്ന് 4 ഗ്രാം MDMA ആണ് പിടികൂടിയത്. മാത്രമല്ല 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്, 100 ഗ്രാം സാധാരണ കഞ്ചാവ്, ഇതൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ഹൈബ്രിഡ് കഞ്ചാവിന് ഏതാണ്ട് ഗ്രാമിന് 3000 രൂപയോളമാണ് വില. പ്രതികളുടെ 2 കാറുകൾ, 2 ബൈക്കുകൾ, 10 മൊബൈൽ ഫോണുകൾ, ഇവയൊക്കെ ഈ ഡാൻസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കഠിനംകുളം പോലീസിന് കൈമാറിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എന്താണെങ്കിലും ന്യൂ ഇയറിന്റെ ദിനത്തിൽ വലിയ ആഘോഷത്തിനായി ഒത്തുകൂടിയവരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒരു ഡോക്ടറും ഒരു BDS വിദ്യാർത്ഥിനിയും ഒരു IT ജീവനക്കാരും ഉൾപ്പെടെ സമൂഹത്തിൽ വലിയ വില നൽകുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ യുവതലമുറ ആഘോഷങ്ങൾക്കായി ഇത്തരം ലഹരിക്ക് പിന്നാലെ പോകുന്നത് അവിടെ പോലീസിന് നോട്ടമുണ്ടാകും എന്നുള്ള ഉറപ്പും ഇതിലൂടെ നമുക്ക് കാണാം. അവറിൽ ചെറിയൊരു ഇടവേളയാണ്. തിരികെ എത്താൻ വളരെ വേഗം. പുതുവത്സര ദിനമാണ്. ഈ ഇന്നലത്തെ പുതുവത്സര രാവിലെ ആഘോഷങ്ങൾ അത് പല വിധത്തിൽ നടക്കാറുണ്ട്. പക്ഷേ പലരും ആഘോഷത്തിന്റെ പരിധി വിടുന്നു എന്നുള്ളതാണ്. പുതുവത്സര വീക്കിൽ തന്നെ, ഈ ആഴ്ചയിൽ തന്നെ ഒരുപാട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. ഈ മദ്യമോ അല്ലെങ്കിൽ ലഹരിയോ ഉപയോഗിച്ച ശേഷം ഉണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ബോധപൂർവമല്ല എങ്കിൽ പോലും, പക്ഷേ അതൊരു ക്രിമിനൽ സ്വഭാവത്തിന്റെ ലക്ഷണം കൂടിയാണല്ലോ. തൃക്കരിപ്പൂരിലേക്കാണ്. അവിടെ ഒരു ഹോട്ടൽ തന്നെ അടിച്ചു തകർത്തു ഒരു സംഘം. അക്രമം നടത്തിയത് എങ്ങനെയാണ്? ആദ്യം ഒരു ഹോട്ടലിൽ എത്തി അവർ ബഹളം വെച്ചു, പോലീസ് കസ്റ്റഡിയിലെത്തു, വിട്ടയച്ച ശേഷം ഒരു കൂട്ടം ആളുകളുമായി എത്തി അവരുടെ അതിക്രമം.
തൃക്കരിപ്പൂർ ടൗണിലെ പൊഗ്ഗോ എന്ന റെസ്റ്റോറന്റ്, അവിടെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹോട്ടലിലെത്തിയ 4 പേര്, അവർ ഗ്രിൽ ചിക്കനും ഒപ്പം മന്തിയും ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഓർഡർ എടുത്ത വെയിറ്റർ പറയുന്നുണ്ട്, അല്പം താമസമുണ്ട് കേട്ടോ എന്ന്. 15 മിനിറ്റ് താമസമുണ്ടാകുമെന്ന് അറിയിച്ചു എന്നാണ് ജീവനക്കാരൻ പറയുന്നത്. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ യുവാക്കൾ ബഹളമുണ്ടാക്കി തുടങ്ങി. ആ വെയിറ്ററെ, ആ ഹോട്ടൽ ജീവനക്കാരനെ പിടിച്ച് അവർ മർദ്ദിച്ചു. സാധനങ്ങൾ തല്ലി തകർത്തു. പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ നിലത്തേക്ക് എറിഞ്ഞുടച്ചു. അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു കുറേ ആളുകൾ. ഈ അക്രമം കണ്ട് അവർ ഭയപ്പെട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി. ഈ 4 പേരും മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ ഹോട്ടൽ ഉടമ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ആൾജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. സമയം കഴിഞ്ഞു. ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ട ശേഷം 12:45 കൂടുതൽ ആളുകളുമായി ആ ഹോട്ടലിലേക്ക് അവരെത്തുകയാണ്. ആ ഹോട്ടലിലെ CCTVയിൽ കാണാം ദൃശ്യങ്ങൾ മുഴുവൻ. ചാടി ഒരു വാതിലൊക്കെ ചവിട്ടുന്നത് കണ്ടോ ആ ആക്രമികളുള്ളവരാണ്. അവിടുത്തെ ചില്ലുകൾ ഹോട്ടലിന്റെ അതൊക്കെ അടിച്ചു തകർത്തിരുന്നു. ഹോട്ടലിന്റെ ശുചിമുറി തകർത്തു, വാതിലുകൾ തകർത്തു. പുറത്ത് നിർത്തിയിട്ടിരുന്ന ഡെലിവറി വാഹനങ്ങളുണ്ട്, ബൈക്കുകൾ, ആ വാഹനങ്ങളും തകർത്തു. യുവാക്കളുടെ മർദ്ദനത്തിൽ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഹോട്ടൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു ജീവനക്കാരന്റെ മൂക്കിനാണ് സാരമായി പരിക്കേറ്റത്. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ടാണ് അതിൻ്റെ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. വടി, കമ്പിപ്പാര ഒക്കെ ആയിട്ട് വന്നായിരുന്നു ആ കൊടിയ ആക്രമണം. ആ ഹോട്ടൽ ഉടമയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അറിയാൻ കഴിയും എത്രമാത്രം ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ആ യുവാക്കൾ മദ്യലഹരിയിൽ ചെയ്തു കൂട്ടിയത് എന്ന്. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് ചന്ദേര പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. പയ്യന്നൂർ സ്വദേശികളായ യുവാക്കളാണ് ഇത്തരമൊരു അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാവരെയും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യമുയരുന്നുണ്ട്. അവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അകത്ത് കയറി ബാത്റൂമിൻ്റെ ഡോറുകൾ ഉൾപ്പെടെ തല്ലിപ്പൊളിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകളെ മർദ്ദിക്കുകയും അതിലൊരാൾക്ക് മൂക്കിന് മാരകമായ വടികൊണ്ട് മുറിവേറ്റിട്ടുണ്ട്, ഒരാളുടെ തലയിൽ മുറിവേറ്റിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവർ ചെയ്തു. ഏകദേശം 3/4 മണിക്കൂറോളം ഈ ഒരു കലാപരിപാടികൾ താണ്ഡവമാണ് ഇവിടെ കിടന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിശ്വസ്തയോടുകൂടി ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളുകൾ എങ്ങനെയാണ് അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയതെന്ന് ഞങ്ങൾക്കിന്നും മനസ്സിലാകുന്നില്ല. ഈ അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയ ആളുകളല്ലേ ഇവിടെ വന്ന് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും
ഹോട്ടൽ പോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായത്. അപ്പം ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞിട്ട് പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി ആരോടാണ് ഈ പരാതികൾ രേഖപ്പെടുത്തേണ്ടത്? അതുകൊണ്ട് പോലീസ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തെങ്കിൽ സംഘടന തുടർ പരിപാടികൾ പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും. ഒരു കാരണവശാലും പ്രതികളെ വെറുതെ വിടാൻ സംഘടന സമ്മതിക്കില്ല. കാരണം ഇതൊരു മാതൃകയാകണം. ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഹോട്ടൽ എന്ന് ഈ കള്ളുകുടിയന്മാർ മനസ്സിലാക്കേണ്ടത് കൂടി ഈ ഒരു അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഹോട്ടൽ എന്നല്ല, എവിടെയും അതിക്രമം കാട്ടുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യമില്ല. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉടൻ തന്നെ എങ്ങനെ ഇവരെ വിട്ടയച്ചു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. പുതുവത്സരമായിരുന്നു. ആ പുതുവത്സരത്തിലാണ് ആ ഹോട്ടൽ അത്തരത്തിൽ അടിച്ചു തകർത്തത് ആ ആക്രമിയാണ്. വീട് കുത്തിത്തുറന്ന് മോഷണം, കള്ളനെ കുടുക്കിയത് CCTV. കണ്ടാൽ എന്തൊരു മാന്യനാണല്ലേ അദ്ദേഹം. കണ്ണൂർ മട്ടന്നൂർ തെരൂരിലെ വീട് കുത്തിത്തുറന്നാണ് അയാൾ മോഷണം നടത്തിയത്. 10 പവനും 10,000 രൂപയുമാണ് കവർന്നത്. ദിവസങ്ങൾക്കകം തന്നെ മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. എങ്ങനെയാണെന്നല്ലേ, അതിലേക്കാണ് വരുന്നത്. പാലക്കാട് അലനല്ലൂർ സ്വദേശിയാണ് ഈ പിടിയിലായ കള്ളൻ നവാസ്. അളിയൻ നവാസ് എന്നാണ് പേര്. അതിനും ഒരു കാരണമുണ്ട്, പറയാം. കാട്ടിക്കുളത്ത് വെച്ച് മട്ടന്നൂർ പോലീസ് സാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടുന്നത്. തെരൂർ പാലയോട്ട് ടി നാരായണന്റെ പൗർണമി എന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മോഷണം നടക്കുന്നത്. മട്ടന്നൂർ തെരൂരിലെ ഈ നാരായണന്റെ വീട്ടിൽ കഴിഞ്ഞ ഡിസംബർ 22-ന് മകളുടെ ബംഗളൂരുവിലെ വീട്ടിലേക്ക് ഇവർ പോയി എന്നുള്ള സമയത്താണ് കവർച്ച. 28-ാം തീയതി തിരിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് തന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നു എന്നുള്ളത്. അലമാരയിൽ സൂക്ഷിച്ച 10 പവന്റെ സ്വർണവും 10,000 രൂപയും കള്ളൻ കൊണ്ടുപോയി. ദിവസങ്ങൾ നിരീക്ഷിച്ചു ആരുമില്ലാത്ത ഈ വീടിനെ. അങ്ങനെ തക്കം നോക്കിയിരുന്നായിരുന്നു മോഷണം. മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് നടത്തിയ കവർച്ച. സംഭവം നടന്നതിന്റെ തലേ ദിവസവും ഇയാൾ ആ വീട്ടിലെത്തിയിരുന്നു എന്നുള്ളതാണ്. ആളില്ലാതെ അടഞ്ഞു കിടക്കുന്ന വീടാണെന്ന് ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ പിറ്റേ ദിവസം കവർച്ചയ്ക്കായി ഇയാൾ തെരഞ്ഞെടുത്തു. രാത്രിയോടെ ആയുധങ്ങളുമായി വീടിന്റെ സമീപത്ത് മണിക്കൂറുകളോളം ഒളിച്ചിരുന്നു. പരിസരം നിരീക്ഷിച്ചു. എന്നിട്ട് അർദ്ധരാത്രി ഏതാണ്ട് 12 മണിയോടുകൂടി കമ്പിപ്പാര ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കയറി. വീട്ടിലെ CCTV ക്യാമറ കണ്ടതോടെ അത് തകർത്ത ശേഷമായിരുന്നു മോഷണം. എന്നാൽ ഒരു CCTVയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞു. അതാണ് രസകരം. ഇയാൾ CCTV കാണുന്നതും ഇയാൾ ഉറപ്പിക്കുന്നു ഇത് തകർത്താൽ എനിക്ക് രക്ഷപ്പെടാമെന്ന്. പക്ഷേ അവിടെ ഒരു CCTV ഇയാൾ കാണാതെ പോയി. കർണാടകയിലെ പലയിടങ്ങളിലായിട്ട് താമസിച്ച് വരികയായിരുന്നു ഇയാൾ. ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ കാട്ടിക്കുളത്തു നിന്നാണ് പോലീസ് പിടികൂടുന്നത്. മട്ടന്നൂർ ഇൻസ്പെക്ടർ MV ബിജുവിന്റെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ CP ലിനേഷൊക്കെ ചേർന്നുള്ള സംഘമാണ് ഈ അന്വേഷണം ഊർജിതമാക്കിയതും വളരെ പെട്ടെന്ന് ഇയാളെ പിടികൂടിയതും. മോഷണം നടന്ന വീട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയൊക്കെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഇവർ ശേഖരിച്ചു. ഒപ്പം മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കൂടി അനലൈസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെത്താൻ കഴിഞ്ഞത്. ജൂലൈയിൽ മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിയിൽ കയറി 80,000 രൂപ കവർന്ന കേസിൽ പിടിയിലായ ഇയാൾ സെപ്റ്റംബറിൽ ജാമ്യത്തിലിറങ്ങിയതാണ്. ഇനി അളിയൻ നവാസ് എന്നുള്ള പേരിന്റെ കാരണം പലതരത്തിൽ കല്യാണ തട്ടിപ്പ് വിവരം കൂടിയാണ് ഇയാൾ. കൊല്ലത്ത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവിടെ ഏറെക്കാലം താമസിച്ചു. പിന്നീട് പാലക്കാടെത്തി മറ്റൊരു വിവാഹം കഴിച്ചു. അതിനുശേഷം മലപ്പുറം കാളികാവിലെത്തി യുവതിയെ വിവാഹം കഴിച്ച്
ജീവിക്കുന്നതിനിടെയാണ് ഈ പള്ളിയിൽ മോഷണം നടത്തി പിടിയിലാവുന്നത്. മുൻപും ഒട്ടേറെ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ട്വന്റിയത്ത് അവർ വീണ്ടും നാളെ 20-ാം മണിക്കൂർ. നമസ്കാരം.